ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും കൊടുക്ക്. വിശക്കുന്നുണ്ടായിരിക്കുന്നേ. രാവിലെ തൊട്ട് പഠിക്കാതിരിക്കുന്ന കൊച്ചുങ്ങളല്ലേ. ചോറ് കൊണ്ടുപോയി തന്നെ ഇത്രയുള്ള പാത്രത്തിൽ കൊണ്ടുപോന്നേ. എന്നാ വാ മക്കളെ, നമുക്ക് അകത്ത് പോയി എന്തെങ്കിലും കഴിക്കാം. എന്താ ഇവിടെ കഴിക്കാനുള്ളത്? എന്താ എന്റെ പൊന്നുമോൾക്ക് വേണ്ടത്? എന്ത് വേണമെങ്കിലും പറഞ്ഞാ മതി, സത്യം ഉണ്ടാക്കി തരാം. വാ വാ പപ്പി, വെക്കോ വെക്കോ. എന്താ മുന്നാണ്ടി, സുഖമല്ലേ? പൊന്നി, മക്കൾക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെക്ക്. നേരത്തെ ശാലിന് കുഞ്ഞിന്റെ കൊച്ചാണെന്ന് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഇപ്പൊ കാണിക്കുന്ന സ്നേഹം കണ്ടോ? സത്യമോളെ നിലത്ത് വെക്കാത്ത രീതിയിലാ കൊണ്ടുപോകുന്നത്. എടോ, ഞാനും ആലോചിക്കുന്ന അതൊക്കെ തന്നെ പിള്ളേ. ഈ ഭാമയ്ക്ക് ഇത് എന്തോ പറ്റിയെന്നാ? എന്തായാലും നല്ല സന്തോഷത്തില. ഈ സന്തോഷത്തില് എന്താവശ്യപ്പെട്ടാലും നടക്കും. താൻ എന്തീ പറഞ്ഞു വരണേ? നമ്മുടെ ആ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാര്യമേ. ഇത്രയും സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് നടക്കുമെന്നാ തോന്നുന്നത്. അല്ല, എന്നാലേ താനോടത് വാ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. വാ. ശരി സാറേ. വാ. കഴിച്ചോ കഴിച്ചോ. ആ മോളും കഴിക്കേ. സത്യമോൾക്ക് വാരി കൊടുത്തില്ലെങ്കിലേ ഇവള് കഴിക്കില്ല. മോള് കഴിച്ചോ. കഴിച്ചോ കഴിച്ചോ. മുഴുവൻ കഴിക്കണേ, എന്നെല്ലാം മിടുക്കി കുട്ടിയാവൂ. ചായ കുടിച്ചോ. സത്യമയ്ക്കൊരു ഉമ്മ വന്നേ. സാറേ, ഇതിപ്പൊ പറഞ്ഞാൽ നടക്കുമെന്നാ തോന്നുന്നത്. സത്യമോളെ അത്രയ്ക്ക് കാര്യമായിട്ടാ സത്യം സ്നേഹിക്കുന്നത്. ശാലിന് കുഞ്ഞിനോട് വഴക്കുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവരികയോടെ ചെയ്യില്ല. അതെ, എന്തായാലും നമുക്ക് ശാലിനെയും വിഷുവിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. അതുവരെ ഇതിങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ട്. ഇപ്പോഴാണോ പിള്ളേ മനസ്സിനൊരു സമാധാനമായത്? ഈ സ്നേഹം ഇനി ശാലിനിയിലും എത്തും, ഉറപ്പാണോ?